എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷത്തിൽ ഏറ്റവും ശുഭകരമായി കരുതപ്പെടുന്ന വ്യാഴം 2026 ജൂൺ 2 മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് രാശി മാറുകയാണ്. കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. ഈ മാറ്റം ഓരോ രാശിക്കാരെയും വ്യത്യസ്ത രീതിയിലായിരിക്കും സ്വാധീനിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മകരക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം എങ്ങനെ ഉണ്ടാകും എന്നാണ്. ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗമാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. മകരക്കൂറുകാർക്ക് വ്യാഴം ഇപ്പോൾ 6-ാം ഭാവത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. 6-ാം ഭാവം വ്യാഴത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായ ഭാവം ആയിരുന്നില്ല. വ്യാഴമാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഗ്രഹം നിൽക്കുന്ന ഭാവത്തിൻ്റെ സ്ഥിതിയും അതുപോലെ ആ ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയും ആ ഗ്രഹത്തിൻ്റെ മറ്റു ഭാവങ്ങളിലേക്കുള്ള നോട്ടം അത് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. മകരക്കൂറുകാർക്ക് 2026 ജൂൺ 2 മുതൽ വ്യാഴം 7-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ 7-ാം ഭാവത്തിൽ നിന്ന് ആ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് ഏതൊക്കെ ഭാവങ്ങളിലാണെന്ന് നോക്കിയാൽ വ്യാഴത്തിന് 5, 7, 9 എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട്. ഇതിനെ അമൃതദൃഷ്ടി എന്നാണ് വിളിക്കുന്നത്. 5-ാം ഭാവദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 11-ാം ഭാവത്തിലേക്കാണ്. 7-ാം ഭാവദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ സ്വന്തം രാശിയായ മകരത്തിലേക്ക് തന്നെയാണ്. ഇതിന് ലഗ്നദൃഷ്ടി എന്നാണ് പറയുന്നത്. 9-ാം ഭാവദൃഷ്ടി നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്കാണ് പതിക്കുന്നത്. വ്യാഴം 7-ാം ഭാവത്തിൽ എന്തൊക്കെ ഫലങ്ങൾ തരും, അതുപോലെ വ്യാഴത്തിൻ്റെ 5, 7, 9 ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടി കൊണ്ട് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വ്യാഴം നിങ്ങളുടെ രാശിയിൽ നിന്ന് എണ്ണുമ്പോൾ 7-ാം ഭാവമായ കർക്കിടകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. 7-ാം ഭാവം എന്നത് പങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്നുണ്ട്, വിവാഹത്തെ സൂചിപ്പിക്കുന്നുണ്ട്, പൊതുജനങ്ങളുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട്, അതുപോലെ ബിസിനസ്, പാർട്ട്ണർഷിപ്പ് എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ് 7-ാം ഭാവം. ഈ ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് ജീവിത പങ്കാളിയിൽ നിന്നുള്ള സഹായത്തിനും പുതിയ ബിസിനസ് ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുന്നതിനുമൊക്കെ വഴി തുറക്കുന്നതാണ്. വിവാഹപ്രായമെത്തിയ മകരക്കൂറുകാർക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ ഈ സമയത്ത് പെട്ടെന്ന് തീരുമാനമൊക്കെ ഉണ്ടാകുന്നതാണ്. വിവാഹാലോചനകളൊക്കെ തടസ്സപ്പെട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ആ ആലോചനകളൊക്കെ സഫലമാകുന്നതാണ്. അതുപോലെ ദാമ്പത്തിക സുഖമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് വരുന്നത്. പങ്കാളിയുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറുകയും പരസ്പര ധാരണയൊക്കെ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ പങ്കാളിയുടെ പേരിൽ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുപോലെ ബിസിനസ്, പങ്കാളിത്ത കച്ചവടമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പുതിയ പാർട്ട്ണർഷിപ്പുകളൊക്കെ തുടങ്ങാൻ ഈ 7-ാം ഭാവസ്ഥിതി മികച്ചതാണ്. വിശ്വസ്തരായ ആളുകളെയൊക്കെ കിട്ടാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ജനങ്ങളുമായിട്ടൊക്കെ ഇടപഴകുന്ന ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക്, രാഷ്ട്രീയ മേഖലയോ അല്ലെങ്കിൽ അധ്യാപനം, മാർക്കറ്റിംഗ് എന്നീ മേഖലയിലൊക്കെ ഇരിക്കുന്നവർക്ക് വലിയ അംഗീകാരവും ജനപ്രീതിയും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ വാക്കുകൾക്കൊക്കെ സമൂഹത്തിൽ ഒരു വിലയുണ്ടാകുന്ന സമയം കൂടിയാണ്. സമൂഹത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന മാന്യതയും അന്തസ്സും ഒക്കെ വർദ്ധിക്കുന്നതാണ്. 7-ാം ഭാവത്തിലെ ഉച്ചസ്ഥിതനായ വ്യാഴം പുതിയ ഉത്തരവാദിത്തങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. ശത്രുക്കളുടെയൊക്കെ നീക്കങ്ങൾ പരാജയപ്പെടുത്തുകയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ്. 7-ാം ഭാവം ദൂരയാത്രകളെയും സൂചിപ്പിക്കുന്നുണ്ട്. ഈ കാലയളവിലൊക്കെ നടത്തുന്ന വിദേശ യാത്രകളോ ദൂരദേശ യാത്രകളോ ഒക്കെ നിങ്ങൾക്ക് ലാഭകരവും ഉദ്ദേശിച്ച ഫലങ്ങളൊക്കെ നൽകുന്നതുമായിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വ്യാഴം 7-ൽ നിൽക്കുമ്പോൾ വളരെ ശുഭഫലങ്ങളൊക്കെ നൽകുമെങ്കിലും അത് നിങ്ങളുടെ 2, 12 ഭാവങ്ങളുടെ അധിപൻ, അതായത് ധനാധിപനും വ്യയാധിപനും കൂടിയാണ്. അതിനാൽ സാമ്പത്തിക ലാഭമൊക്കെ ഉണ്ടാകുമെങ്കിലും അതോടൊപ്പം തന്നെ വീട് പണി, അതുപോലെ എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് പണം ചിലവാകുകയും ചെയ്യുന്നതാണ്. മകരക്കൂറുകാർക്ക് 7-ാം ഭാവത്തിലെ വ്യാഴം ഒരു രക്ഷകൻ്റെയൊക്കെ റോളിലാണ് വരുന്നത്. ജീവിതത്തിലെ പുതിയൊരു തുടക്കത്തെ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഭാവസ്ഥിതിയൊക്കെ വലിയ ആത്മവിശ്വാസമൊക്കെ നൽകുന്നതാണ്. 7-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് വ്യാഴത്തിൻ്റെ 5-ാം ദൃഷ്ടി കൊണ്ട് മകരക്കൂറുകാരുടെ
11ാം ഭാവത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. ഇത് ഭാഗ്യദൃഷ്ടിയാണ്. 11ാം ഭാവം എന്നത് ജ്യോതിഷത്തിൽ ലാഭസ്ഥാനം കൂടിയാണ്. 11ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമാന സ്രോതസ്സുകളൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. തൊഴിലിലൊക്കെ ശമ്പള വർധനവ്, കുടിശ്ശികയായിരുന്ന പണമൊക്കെ തിരികെ ലഭിക്കൽ എന്നിവയൊക്കെ ഉണ്ടാകുന്നതാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അപ്രതീക്ഷിതമായ ലാഭവും പുതിയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച വരുമാനവും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. കടബാധ്യതകളൊക്കെ കുറയ്ക്കാനും സമ്പാദ്യമൊക്കെ വർദ്ധിപ്പിക്കാനും ഈ ദൃഷ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ വളരെ കാലമായിട്ടൊക്കെ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം കൂടിയാണ്. 11ാം ഭാവം ജ്യേഷ്ഠ സഹോദരങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്. അവർ മുഖേന നിങ്ങൾക്ക് വലിയ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട്. കുടുംബസ്വത്ത് സംബന്ധമായിട്ട് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കപ്പെടുകയും നിങ്ങൾക്ക് അനുകൂലമായ ഫലമൊക്കെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കാൻ ഈ ദൃഷ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ പുതിയതായി ബിസിനസ്സൊക്കെ തുടങ്ങുന്നവർക്കോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ പോലെ ഉള്ള മേഖലയിലൊക്കെ നിക്ഷേപിച്ചവർക്കോ ഒക്കെ ഈ കാലയളവ് വലിയ നേട്ടങ്ങളൊക്കെ സമ്മാനിക്കുന്നതാണ്. എടുക്കുന്ന പ്രയത്നത്തിനൊക്കെ അർഹമായ പ്രതിഫലമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഇത്. വ്യാഴം 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തൻ്റെ 7ാം ദൃഷ്ടി പതിപ്പിക്കുന്നത് നേരെ എതിർവശത്തുള്ള നിങ്ങളുടെ 1ാം ഭാവത്തിലേക്കാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ 1ാം ഭാവദൃഷ്ടി വ്യക്തിപരമായ വളർച്ചയ്ക്കും സമാധാനത്തിനുമൊക്കെ ഏറ്റവും ഗുണകരമായ ഒന്നാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മാനസിക സമ്മർദ്ദമൊക്കെ അലട്ടുന്നവർ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. മനസ്സിലെ അനാവശ്യ ഭയങ്ങളും ആശങ്കകളും ഒക്കെ നീങ്ങുന്നതാണ്. പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഊർജ്ജവും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. നിങ്ങളുടെ സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ ഒരു പ്രത്യേക ആകർഷണീയതയൊക്കെ കൈവരുന്ന ഒരു സമയമാണ്. അതുപോലെ ദീർഘകാലമായിട്ടൊക്കെ അലട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഈ സമയത്തൊരു മോചനം ലഭിക്കും. മനസ്സും ശരീരവും ഒക്കെ ഒരുപോലെ ഉന്മേഷഭരിതമാകുന്ന സമയം കൂടിയാണ് വരാൻ പോകുന്നത്. വ്യാഴം തൻ്റെ 7ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിൽ നിന്നുകൊണ്ട് വ്യാഴത്തിൻ്റെ 9ാമത്തെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 3ാം ഭാവത്തിലേക്കാണ്. 3ാം ഭാവം എന്നത് ധൈര്യസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. 3ാം ഭാവത്തിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത്. ശനിയെ കൊണ്ടൊക്കെ എന്തെങ്കിലും ദോഷഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ വ്യാഴദൃഷ്ടി വരുന്നതോടുകൂടി ആ ശനിയെ കൊണ്ടുള്ള ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ ജീവിതത്തിൽ കഠിനമായ തീരുമാനങ്ങളൊക്കെ എടുക്കാനോ ആവശ്യമായ ഒരു ധൈര്യം ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പതറിപ്പോയിരുന്ന സാഹചര്യങ്ങളിൽ പോലും ഉറച്ചു നിൽക്കാനൊക്കെ ഈ വ്യാഴദൃഷ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ്. 3ാം ഭാവം ഇളയ സഹോദരങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളുമായിട്ടുണ്ടായിരുന്ന പിണക്കങ്ങളൊക്കെ മാറുകയും അവർ മുഖേന സാമ്പത്തികമായോ അല്ലാതെയോ ഒക്കെയുള്ള സഹായങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യുന്ന സമയമാണ്. അതുപോലെ സംസാരത്തിലൂടെ മറ്റുള്ളവരെയൊക്കെ ആകർഷിക്കാൻ കഴിയുന്ന സമയമാണ്. എഴുത്തുകാരെ, പത്രപ്രവർത്തകരെ, കലാകാരന്മാരെ, അധ്യാപകരെ എന്നിവർക്കൊക്കെ ഈ കാലയളവ് വളരെ മികച്ചതാണ് എന്ന് തന്നെ പറയാം. അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്കും ഒക്കെ നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത്. 3ാം ഭാവം ചെറിയ യാത്രകളെയും സൂചിപ്പിക്കുന്നു. ജോലിയുടെ ഭാഗമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ ഒക്കെ ഹ്രസ്വദൂര യാത്രകൾ ഒക്കെ നടത്താനും ആ യാത്രകൾ കൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിനൊക്കെ അർഹമായ ഫലമൊക്കെ ലഭിക്കാൻ ഈ ദൃഷ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ്. തടസ്സങ്ങളൊക്കെ നേരിട്ടാലും അവയെല്ലാം ബുദ്ധിപൂർവ്വം മറികടക്കാനുള്ള വഴിയൊക്കെ താനേ തെളിഞ്ഞു വരുന്നതാണ്. ഭാഗ്യത്തേക്കാൾ ഉപരി നിങ്ങളുടെ സ്വന്തം പരിശ്രമത്തിലൂടെയൊക്കെ വിജയം കൈവരിക്കാൻ ഈ കാലയളവ് നിങ്ങളെ സഹായിക്കുന്നതുമാണ്. ജാതകത്തിലൊക്കെ വ്യാഴം അനുകൂലമല്ലാതെയൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിനും വ്യാഴത്തിൻ്റെ അനുഗ്രഹമൊക്കെ വർദ്ധിപ്പിക്കാനും വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് വലിയൊരു പരിഹാരമാണ്. ഇത് മനസ്സമാധാനവും സാമ്പത്തിക ഭദ്രതയും ഒക്കെ നൽകുന്നതാണ്. സാധിക്കുമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുകയും പാൽപ്പായസമൊക്കെ വഴിപാടായി കഴിക്കുകയും ചെയ്യുക. അതുപോലെ ദിവസവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം 108 തവണ ജപിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ജപിക്കുക. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ 2026 ജൂൺ 2 മുതൽ ആരംഭിക്കുന്ന ഈ വ്യാഴമാറ്റം മകരക്കൂറുകാർക്ക് ഒരു നല്ല കാലം തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഈ കാലയളവിൽ വലിയൊരു ആശ്വാസമൊക്കെ ലഭിക്കുന്നതാണ്. വ്യാഴ ഉച്ചസ്ഥിതിയിലൊക്കെ 7ാം ഭാവത്തിൽ നിൽക്കുന്നത് വിവാഹം, തൊഴിൽ, സാമ്പത്തിക ലാഭം എന്നിവയ്ക്കൊക്കെ അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുന്നതാണ്. എങ്കിലും അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി ഓരോ ചുവടും ശ്രദ്ധയോടെയൊക്കെ വെക്കുക. ദൈവാധീനവും
നിങ്ങളുടെ കഠിനാധ്വാനവും ഒക്കെ ഒത്തുചേരുമ്പോൾ ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ തന്നെ കൊണ്ടുവരുന്നതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും ശുഭകരമായൊരു വ്യാഴമാറ്റ കാലഘട്ടം ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവെക്കാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾക്കായി ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.